വിട്ടു പറയലിന്റെ വൈക്യവേളയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. മാടമ്പള്ളിയിലെ മനോരോഗി മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഇമോഷണൽ എന്റെ മാത്രം കുത്തകയാണ്. ചേച്ചി നല്ലൊരു ചേച്ചിയാണ്. അല്ല ചേച്ചിയല്ല, നന്ദനയാണ്. പിന്നെ പിന്നെ ഹായ്, സേ ഹായ് ടു മൈ വ്യൂവേഴ്സ്. വെൽക്കം ടു അവർ ഫെയർവെൽ ഡേ വ്ലോഗ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഒരു പ്രതീക്ഷയില്ല എന്നൊക്കെ നടക്കാൻ പോകുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ്. നന്ദനെ കൊണ്ട് കുറച്ചുള്ള എക്സ്പീരിയൻസ്. 2 വർഷം കൊണ്ട് നന്ദനെ കിട്ടും. കോഴിക്കോട്ടേക്ക് ഞങ്ങൾ പറഞ്ഞു വിടത്തില്ല. റൂമിൽ ഒരു വലിയ ഒരു എടുത്ത് വന്നിട്ടുണ്ട്. ഹൗ യു ഫീൽ അബൌട്ട് ഫെയർവെൽ ഡേ? മോർ ദാൻ ദാറ്റ്, വാട്ട് യു വാണ്ട് ടു സേ അബൌട്ട് ദിസ് ഫെയർവെൽ ഡേ? ഒന്നും പറയുന്നില്ല. എന്തായാലും പറഞ്ഞാൽ എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ഗേൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹായ് അഞ്ജു, നിന്റെ വ്ലോഗ് നിർത്തിയിട്ട് വാ. ഹൗ ഡു യു ഫീൽ? Very happy. Yeah. And what else? Nothing. Bye. ഇതെന്നോ വീഡിയോ ആണോ? 2 beautiful girls are with us. Yeah. Hi guys, okay, costume. Hi. How do you feel about this? ഹായ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെ? കുഴപ്പമില്ലായിരുന്നു. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം നന്ദനത്തിന് പരിചയപ്പെട്ടാണ്. ഫോട്ടോസ് കണ്ടിട്ടുള്ള റിനിമോളുടെ ആർക്കൽ. കുറച്ചു നേരം ഇവിടെ ശ്രദ്ധിക്കാമോ? ഓക്കെ. അങ്ങനെ നമ്മള് അനിയാന്നില്ല അല്ലെങ്കിൽ അനീറ്റിന്നില്ല എന്നിടം തുടങ്ങി അങ്ങനെ അങ്ങ് പോയാലോ എന്നിടം വരെ എത്തി അല്ലേ? ഗ്രീറ്റിംഗ് ഒക്കെ തന്ന് പറഞ്ഞേക്കാനുള്ള പരിപാടിയാണ്. സമയം ഒരു നദി പോലെയാണ്. സമയവും മനസ്സും ഒക്കെ ഒരു നദി പോലെ അതിങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കും. കെട്ടിക്കിടക്കുന്ന ഒരു ജലം പോലെ ആവരുത് ഒരാൾ പോലും. അതിനെ അടുത്തതിലേക്ക് പോകണം. ഗതിമാറി ഒഴുകേണ്ട സമയമായിരിക്കും. ഞങ്ങൾക്ക് തന്ന ടാസ്കിൻ്റെ ഇടയിൽ കുറേ നല്ല അവാർഡുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു കൂടുള്ളവർക്ക്. ആൻഡ് ഫസ്റ്റ് അവാർഡ് ശരണമോനാണ് കിട്ടിയത്, ലിപ്സ്റ്റിക് അഡിക്റ്റ്. കൊടുത്തത് അശ്വതി മിസ്സേനു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഓളൊരു അടിപൊളി ഡാൻസും ഉണ്ടായിരുന്നു. ആൻഡ് വൺ ഓഫ് ദ ക്വാളിറ്റി ഐ ലവ് ഇൻ ദിസ് ഗേൾ ഇസ് ദ വേ ഷീ കോംപ്ലിമെൻറ്റ് അതേഴ്സ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അങ്ങനെ കാത്തിരുന്ന കോളേജ് മാഗസിനും ഇറക്കി. ആൻഡ് എഡിറ്റർ സുവർണേൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ മൊമെൻറ്റ് ടു റിമെമ്പർ. Happy birthday. ടാസ്കുകൾ പിന്നെയും അവാർഡുകൾ ടാസ്കുകൾ. ആൻഡ് നെക്സ്റ്റ് അവാർഡ് ഗോസ് ടു ദ മിണ്ടാപ്പൂച്ച, അതായത് ശിവന ചേച്ചി. കൊടുത്തത് ശ്രീമിസു. ഞങ്ങളുടെ റബ്ബർ പാൽകൾ ഇങ്ങനെ പാട്ടില്ലാണ്ട് തുള്ളുന്നതിൽ സങ്കടമുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് കിട്ടും. ആൻഡ് ഈ ഡാൻസ് ഇങ്ങനെ കളിച്ച് എന്തിലെത്തിയത് ആരെല്ലാം അറിയോ? ദ പ്രോ ഡാൻസർ ഓഫ് സീപാ സിറ്റി കുമലി, ദ എക്സ് ചെയർപേഴ്സൺ സൈന റാണി തോമസ്. ടീം ബോയ്സിന് കിട്ടിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ചേച്ചിനെ ഡാൻസ് കളിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ഇമ്പ്രസ് ചെയ്തൊന്ന് നീപ്പിക്കണം. അതവർക്ക് പറ്റാത്തതുകൊണ്ട് ഒരിങ്ങനെ എടുത്ത് കറക്കി, എടുത്ത് എറിയാൻ നോക്കി. ആൻഡ് ദ നെക്സ്റ്റ് ടാസ്ക് ഗോസ് ടു അസ് വാസ് കപ്പിൾ ഡാൻസ്. ടീം എയും ബിയും അടിപൊളിയായിട്ട് ചെയ്തു. ദിസ് വാസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ടാസ്ക്. ഇപ്പോൾ രേഷ്മാണെങ്കിലും അന്നാണെങ്കിലും വിഷ്ണു ചേരനാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റേജിൽ ഇങ്ങനെ എന്താ പറയുക അമിട്ട പോലെ ചെയ്യുന്നറിയാം. പക്ഷേ ഞങ്ങൾ പൂച്ചക്കുട്ടി ഭയങ്കര പാവമായിട്ട് നിൽക്കുന്നതാണ് വിചാരിച്ച്. പക്ഷേ സ്നേഹ എല്ലാവരെയും ദ എൻറ്റയർ ഓഡിയൻസിനെ ഞെട്ടിച്ച കൊണ്ട് ഒരു കിടിലം പെർഫോമൻസ് തന്നു. ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഓ മൈ ഗോഡ് ഓർ വാവ്, ആ കൈൻഡ് ഓഫ് റിയാക്ഷൻ ചെയ്യുന്നു. ടീച്ചർ ഷുഡ് ബി എൻ ആക്ടർ ആൻഡ് ആക്ടർ ഷുഡ് ബി എ ടീച്ചർ. ഞാൻ പറഞ്ഞതാണേ. റെനി എമിയ വിദ്യ സ്റ്റേജ് കുലുക്കി മറിച്ച പെർഫോമൻസ്. Late because of my daughter and also these parties. Monthly we had a cooker blast at our house. Okay. Other chatti vatti we always tackle hotel valikil pidikil. So we again late. Then kuli vadi. Sorry, I am very sorry. Vadi. Actually the reason for late coming is my sleep is calling me. Don't wake up. That is. ഈ ടാസ്കുകൾക്കൊക്കെ ശേഷം കുറച്ച് ഫോട്ടോ എടുക്കാനും പിന്നെ ഫുഡ് കഴിക്കാൻ ടൈം വന്ന്. ആൻഡ് ഫുഡ് വാസ് അമേസിങ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ തൂക്കിയിട്ട ഫോട്ടോസൊക്കെ നോക്കി ഇങ്ങനെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരുന്നു. കിട്ടുന്നില്ല രണ്ടും. ഗോഷ്. ഇങ്ങ പാരെ. ഹായ്. ഹലോ. Hi, how do you feel
about the farewell? ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന ഒരു സാറ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ ചീഞ്ഞളിഞ്ഞ ടാസ്ക്. ഓ മൈ ഗോഡ്, എനിക്ക് അരിച്ചേച്ചിക്ക് ഇനി പണി കിട്ടിയത്. എന്നോട് കൊടുങ്കാറ്റോ മറ്റു ഭൂമികൾക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തത് ആദ്യ രാത്രി. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടോ? കേൾക്കുന്നില്ല. എന്താ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. എന്ത് പ്രശ്നം? ഇത് ചെയ്യണം. ഇത് നടക്കുന്ന സ്ഥലങ്ങളെന്ന് വെച്ചാല് കോഴി എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നും കൂടി അറിയില്ല എന്ന് സ്വയം പറയുന്ന സുരേഷ് സാറാണ് കോഴി അവാർഡ് നിതിന് കൊടുത്തത്. സുമകരമായ ഒരു ആൺകുട്ടിരിക്കുന്നു, അങ്ങോട്ടേക്ക് രണ്ട് ക്രഷ് അടിക്കുന്നു, രണ്ടുപേരും കൂടെ ഫ്ലർട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ടാസ്കിന് പറ്റിയൊരു മ്യൂസിക് കിട്ടിയിരുന്നു, പക്ഷെ എനിക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് അത് ഞാൻ കട്ടാക്കി. ആൻഡ് ലാസ്റ്റ് അവാർഡ് ഗോസ് ടു ദ കലിപ്പൻ അമംഗ് സീനിയേഴ്സ് ആൻഡ് അവാർഡ് ഗോസ് ടു അബി ദ കലിപ്പൻ. ഇതിന് ശേഷം അനുഭവം പറച്ചിലായി. ഞാൻ ഡിഗ്രിയും PGയും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചപ്പം തൊട്ടടുത്തുള്ളതായതുകൊണ്ട് പക്ഷെ എനിക്ക് ദ സ്പീച്ചിൽ വൈഷ്ണവി എന്നെക്കൊണ്ട് പറഞ്ഞത് എനിക്ക് കുറച്ച് ടച്ച് ആയിരുന്നു. യെസ്, വി നെവർ എക്സ്പ്രസ് ബട്ട് വി ലവ്. അല്ലേടാ കുട്ട? അപ്പം രാവിലെ ഇവിടെ 9 മണിക്കായിരുന്നു ലാസ്റ്റ് ഡേ ആ വർക്ക് വെക്കട്ടെ. ഞാനൊരു 11 മണി 11:30 വരെ ഇവിടെ കിടന്നു. ആ വീട്ടിൽ കിടന്നു വരുന്നത് പോലെ ഉള്ളു തോന്നുന്നത്. നിങ്ങൾ ഇവിടെ ഞാനും ദിവസം വന്നോണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇതുവരെ കല്യാണം കഴിച്ചിട്ട് ഒരു ഫീലിംഗ്. ഒരു ഹോസ്റ്റൽ മുറിയിൽ നിന്ന് വേറൊരു മുറി പോയാൽ അഞ്ജുനോട് ഞാൻ തലേന്നേ പറഞ്ഞിരിക്കുന്നു, എടി ഈ സ്റ്റേജിൽ കയറിയതെന്ന്. ഓൾ കയറി എന്നെ കൊണ്ട് പറയണമെന്നില്ല. ഓൾ എന്ത് പറഞ്ഞാലും എനിക്കും സങ്കടവും. വൈ? ബിക്കോസ് ഈ 2 ഇയറിൽ എന്താ പറയുക, ഇന്നെ സഹിച്ചതിനുള്ള അവാർഡ് ഓൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്വഭാവമുള്ള എക്സ്ട്രീം രണ്ട് സ്വഭാവമുള്ള രണ്ടുപേരാണ്. പക്ഷെ ഈ 2 വർഷം നല്ല രീതിയിൽ പോകാൻ സാധിച്ചു. അവൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാം തുറന്നു പറയാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ സയൻസ് ക്ലാസ് ആണെങ്കിൽ എന്തെങ്കിലും പറ. ലാസ്റ്റ് ഡേ അതിൽ ഇനി ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഗൈസ്, ഞാൻ എൻ്റെ നാച്ചുറാലിറ്റി ഒറിജിനാലിറ്റി ആണ് എനിക്ക് ഇഷ്ടം. എനിക്ക് പേടിയുള്ളൊരു ആ വ്ലോഗ് ഏതാ നീ? മിസ്സസ് ആൾസോ ഹിയർ. ബൈ. ഇങ്ങനെ കരയുന്ന കണ്ണീർ ചാലുകൾ ഒഴുകുന്നു. അപ്പൊ സാറിന് എന്താ പറയാനുള്ളത്? എനിക്കെന്ന് പറയാൻ ഈ പോകുമ്പോൾ കരഞ്ഞോണ്ട് വരുന്ന പോകുന്ന സമയത്തെല്ലാം കരഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കാര്യം അടുത്തടുത്ത് പോവാം, ഇതേപോലെ സെറ്റ് ആവാം, എന്നിട്ട് വിടുക, ഒന്നും കഴിയും. സാറിന് ഞങ്ങളെ കുറിച്ചുള്ള 2 വാക്യം, 2 അനുഭവം. 2 മതിയോ? സാർ എന്ത് വേണേ പറഞ്ഞോളി. സാർ ഈ ചളി ഞങ്ങൾ വല്ലാണ്ട് മിസ് ചെയ്യും. സാർ PPT ക്ലാസ്സിൽ ഉറങ്ങുന്ന മിസ് ചെയ്യും. അല്ല, ക്ലാസ്സിൽ ഇരുന്ന് ഇനിയിപ്പോ ഇവരെക്കട് പറയാൻ ആളില്ലല്ലോ എന്ന് ഇന്ന് ലാസ്റ്റ് ഇറങ്ങുന്ന 2 വിദ്യാർത്ഥി സുഹൃത്തുക്കൾ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങളിവിടുത്തെ സ്ഥിര ചേച്ചിയാണ്. ഹായ് ചേച്ചി, 2 വാക്ക്. ഓക്കെ ബൈ. ചേച്ചി പോയി. ചേച്ചി ബൈ. ഹൗ അബൌട്ട് അവർ കോസ്റ്റ്യൂം? യൂട്യൂബ് ചാനലുണ്ടായോണ്ട് ചേച്ചി മിണ്ടില്ല. അതും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എന്ത് കോലാളാ പോവാ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഇമോഷണൽ ആയിട്ട് കരഞ്ഞ വീഡിയോയുടെ എൻഡിങ്ങാണ്. ഞങ്ങൾ കൊച്ചിയിൽ പോയിട്ട് ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. കുറെ എണ്ണം പോയി. ഐ മിസ് യു ഗൈസ്. ഐ ലവ് യു. വി മിസ് യു. പറ വീട്ടിൽ പോവാൻ നേരത്ത് കൊച്ചിനിൽ കയറിയപ്പോ ഓ മൈ ഗോഡ്, അയ്യോ ഇവളല്ലേ ഇത്, മലരല്ലേ ഇത്, ഓ മൈ ഗോഡ്
കണ്ടിട്ടെ ചേച്ചി നമ്മളെ കൂടെയുള്ള ഫോട്ടോ കണ്ടിട്ട് ഇവിടെ കാണാൻ മലർന്ന പോലെ ഉണ്ട് വെറുതെ പറഞ്ഞ അവിടെ നല്ല സ്പോട്ട് ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് ചെയ്യാൻ. ഐ ലവ് യു പ്രിറ്റി. ഞാൻ കണ്ടു പ്രിറ്റി പട്ടിക്കോലത്തിലാണ്. ഹായ്, പേരെന്താ? ബൈ.